ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിവരം വരുന്നു. ഇപ്പോൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനും ദേവസ്വം ബോർഡ് അംഗം അജികുമാറിനും SIT നോട്ടീസ് അയച്ചിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരം വരികയാണ്. അടുത്തയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നോട്ടീസ് പറയുന്നത്. PS പ്രശാന്ത് പ്രസിഡന്റായിരുന്ന കാലത്ത് ഹൈക്കോടതി അനുമതിയില്ലാതെ സ്വർണ്ണപ്പാളി കൊണ്ടുപോയതിലാണ് അന്വേഷണം. അതേസമയം ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പുതിയ സ്വർണ്ണ സാമ്പിളുകൾ ശേഖരിക്കാൻ നാളെ SIT സന്നിധാനത്ത് എത്തുകയും ചെയ്യും. വിവരങ്ങൾ ഷീജ തിരുവനന്തപുരത്ത് നിന്ന് നൽകും. ഷീജ, ഗുഡ് മോർണിംഗ്. ഷീജ, ഇപ്പോൾ PS പ്രശാന്തിനും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ സമയത്ത് ദേവസ്വം ബോർഡ് അംഗമായിരുന്ന അജികുമാറിനും SIT നോട്ടീസ് അയച്ചിരിക്കുകയാണോ? ഇരുവരോടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എത്തണമെന്നാണോ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്? തീർച്ചയായും മനു, ഏതായാലും ശബരിമല സ്വർണ്ണമോഷണ കേസിന്റെ ഭാഗമായി ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവന്നിരുന്നു. ഈ 2025 ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമലയിൽ നിന്നും സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി കൊണ്ടുപോയിരുന്നു. അത് കൃത്യമായ രീതിയിൽ അതിന്റെ മാനദണ്ഡമെല്ലാം പാലിച്ചിരുന്നു. പക്ഷെ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നില്ല, അഭിഭാഷക കമ്മീഷൻ അറിയിച്ചിരുന്നില്ല എന്നുള്ളതായിരുന്നു അതിൽ ഉണ്ടായ ഒരു വീഴ്ച. അത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്ത് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അതിൽ മറ്റ് നടപടിക്രമങ്ങൾ ഒക്കെ പൂർത്തിയാക്കി ഹൈക്കോടതിയുടെ അനുമതിയോട് കൂടിയായിരുന്നു പിന്നീട് അത് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയതും ഇവിടെ എത്തി പുനഃപ്രതിഷ്ഠ നടത്തുന്നതുമൊക്കെ സ്ഥാപിക്കുന്നതുമൊക്കെ ആ രീതിയിൽ ഹൈക്കോടതിയെ അറിയിച്ചുകൊണ്ട് തന്നെയായിരുന്നു. പക്ഷേ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു കോടതിയുടെ നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ PS പ്രശാന്തിനും അതോടൊപ്പം തന്നെ PS പ്രശാന്ത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതോടൊപ്പം തന്നെ ബോർഡ് അംഗമായിട്ട് അജികുമാർ രണ്ടുപേർക്കും ചോദ്യം ചെയ്യലിന് വേണ്ടിയുള്ള നോട്ടീസ് നൽകിയിരിക്കുന്നത്. നേരത്തെയും SIT പ്രശാന്തിന്റെ മൊഴി ഒരിക്കൽ എടുത്തതല്ലേ ഷീജ, ഇതുമായി ബന്ധപ്പെട്ടല്ലേ? തീർച്ചയായും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തവണ മൊഴിയെടുത്തിരുന്നു. അന്ന് ആവശ്യമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന്റെ ഭാഗമായി വീണ്ടും വിളിപ്പിക്കുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ വീണ്ടും വിളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് SITയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ SIT ശബരിമലയിൽ വീണ്ടും എത്തുന്നതിന് വേണ്ടിയും തീരുമാനിച്ചിട്ടുണ്ട്. കോടതിയുടെ അനുമതിയോടുകൂടി തന്നെ സാമ്പിൾ ശേഖരണവുമായി ബന്ധപ്പെട്ടാണ് SIT അടുത്ത ദിവസം തന്നെ ശബരിമലയിൽ കൂടി എത്താൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്.